ഫ്ലിന്റ് മാക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ നടന്ന വേൾഡ് T20 ക്രിക്കറ്റിന്റെ സെമി ഫൈനലിലെ സഞ്ജു സാംസന്റെ പ്രകടനം കണ്ടതാണ്. ശ്രീ സഞ്ജു സാംസനെ കുറെ കാലമായി ഇന്ത്യൻ ക്രിക്കറ്റ് BCCI ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കളിക്കുന്ന ആ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താതെ കരക്കിരുത്തിയിരുന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും ടീമിൽ ഉൾപ്പെടുത്താതിരുന്നില്ല, അഥവാ ഉൾപ്പെടുത്തിയാൽ തന്നെ ബെഞ്ചിലിരുത്തുന്ന പതിവാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനിടെ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിനെ നിശ്ചയിക്കുമ്പോൾ അതിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയെങ്കിലും പ്രിലിമിനറി റൗണ്ടിൽ ഒരു മാച്ച് പോലും കളിക്കാനുള്ള ചാൻസ് നമ്മുടെ സഞ്ജുവിന് കൊടുത്തിരുന്നില്ല. ഇതിനെക്കുറിച്ച്, അതായത് ആദ്യത്തെ 4 മത്സരങ്ങളും ഇന്ത്യ ജയിക്കുന്നു, സൂപ്പർ 8ലേക്ക് കടന്നു വരുന്നു. സൂപ്പർ 8ൽ ഇന്ത്യക്ക് 3 ടീമുകളുമായി കളിക്കേണ്ടതായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ സൂപ്പർ 8ൽ നിന്നും ആദ്യത്തെ പോയിന്റ് നിലയിൽ ആദ്യം വരുന്ന 2 ടീമിനെ യഥാർത്ഥത്തിൽ സെമിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ആദ്യത്തെ മത്സരം വിജയിക്കുകയും രണ്ടാമത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് വളരെ ദയനീയമായി 76 റണ്ണിന് പരാജയപ്പെടുന്ന ഒരു അവസ്ഥ വരികയുണ്ടായി. ഇതിനുശേഷം പത്രക്കാരെ കണ്ട നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് സഞ്ജു സാംസന് ഒരു അവസരം കൊടുക്കുന്നില്ല? ഇത് ചോദിക്കാൻ പ്രത്യേക കാരണവുമുണ്ട്. അതിനു മുമ്പ് നടന്ന എല്ലാ മത്സരങ്ങളിലും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമാണ് ഓപ്പൺ ചെയ്തിരുന്നതെങ്കിലും ഇവരിൽ 2ൽ ഒരാൾ 0-ന് പുറത്താകുന്ന അവസ്ഥയായിരുന്നു മിക്ക കളികളിലും ഉണ്ടായത്. അതിനു മുമ്പ് 3 കളികളിൽ അഭിഷേക് ശർമ്മ 0-ന് പുറത്തായിരുന്നു. ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ജോഡി ആരെങ്കിലും ഒരാൾ ഡക്കൗട്ട് ആകുന്ന അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഓപ്പണിംഗ് ജോഡിയിൽ ഒരു മാറ്റം വരുത്താൻ സഞ്ജുവിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ എന്ന് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചത്. എന്നാൽ വളരെ പരിഹാസ രൂപേണയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ആരെ മാറ്റി നിർത്തണം? അഭിഷേക് ശർമ്മയാണോ, അതോ ഇഷാനെയാണോ, അതോ തിലക് വർമ്മയാണോ? ആരെ മാറ്റിയിട്ട് ഞാൻ സഞ്ജുവിനെ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള രീതിയിൽ വളരെ പരിഹാസ രൂപേണ പത്രക്കാരോട് തിരികെ ചോദിക്കുകയും ഒരു പരിഹാസ ചിരി ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ പത്രസമ്മേളനം നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയോടുള്ള മത്സരത്തിന് മുമ്പായിരുന്നു. അത് കഴിഞ്ഞ് നടന്ന സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മത്സരത്തിലായിരുന്നു 76 റണ്ണിന് പരാജയപ്പെടുന്നു. അതിനുശേഷം അവർ ഒരു പുനർവിചിന്തനം നടത്തേണ്ടി വന്നു. അത് ഒരുപക്ഷെ ടീം കോച്ചിന്റെയോ ടീം മാനേജ്മെന്റിന്റെയോ ഇടപെടലും ഉണ്ടാകാം. എന്ത് തന്നെയായാലും അത് നമ്മുടെ ക്യാപ്റ്റന്റെ ഇടപെടലാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന് അതിനു മുമ്പുള്ള പത്രസമ്മേളനത്തിലെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തെ ഉൾപ്പെടുത്തി കളിക്കുകയും അത് സിംബാബ്വേക്കെതിരായിരുന്നു അടുത്ത കളി. ആ കളിയിൽ തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യ പുറത്ത് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ കളിയിൽ ഇന്ത്യ ഓപ്പണിങ്ങിനായിട്ട് സഞ്ജുവിനെ ഉൾപ്പെടുത്തുന്നു. സഞ്ജു 14 പന്തിൽ 25 റണ്ണ് അടിച്ച് ഏകദേശം 190ഓളം റൺ റേറ്റിൽ ഒരു മികച്ച തുടക്കം കൊടുക്കുകയും ആ കളിയിൽ അഭിഷേക് ശർമ്മ ഒരു 50 കടക്കുന്ന അവസ്ഥ വരികയും ചെയ്തു. അതായത് അഭിഷേക് ശർമ്മ ഇഷാൻ കൂട്ടുകെട്ടിൽ നിന്നും ഉപരിയായി വളരെ മെച്ചമായ ഒരു തുടക്കം കൊടുക്കാൻ സഞ്ജു അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടിന് കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഒരു മത്സരം എന്ന് പറയുന്നത് നമുക്ക് വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കണമായിരുന്നു. ആ വെസ്റ്റ് ഇൻഡീസുമായി കളിച്ച് വിജയിച്ചാൽ മാത്രമേ നമുക്ക് സെമിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നൊരു അവസ്ഥയിലായിരുന്നു ആ കളി. അത് യഥാർത്ഥത്തിൽ വരത്തിൽ അത് ഒരു നോക്കൌട്ട് മത്സരം പോലെ, അതായത് അവസാന മത്സരം ജയിക്കുന്ന ആരാണോ അവർ സെമിയിൽ വരും, അല്ല തോൽക്കുന്ന ആൾ പുറത്താകുന്ന ഒരു അവസ്ഥ വരുന്നു. ആ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തിലും സഞ്ജുവിനെ തന്നെ നിയോഗിക്കുന്നു. ആ മത്സരത്തിൽ സഞ്ജു അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടിൽ അഭിഷേക് ശർമ്മ വളരെ നേരത്തെ ഔട്ടാവുന്നു. എന്നാൽ നമ്മുടെ സഞ്ജു 97 റണ്ണ് 49 പന്തുകളിൽ നിന്നും നേടുകയും ഇന്ത്യയെ വമ്പിച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആ കളിയിൽ 5 വിക്കറ്റിന് ഇന്ത്യ വിജയിക്കുന്നു. ആ വിജയത്തോടെ നമ്മൾ സെമിയിലെത്തുന്നു. അതായത് അന്ന് എല്ലാ മുൻനിര ബാറ്റർമാരും ഔട്ടായത് 20 റണ്ണോ അതിന് താഴെയായിരുന്നു. തിലക് വർമ്മ മാത്രം 27 റൺ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ബാക്കി എല്ലാ ബാറ്റർമാരും 20 റണ്ണിന് താഴെ പുറത്താകുമ്പോൾ സഞ്ജു ഒറ്റയാൾ പോരാട്ടം നടത്തി 97 റൺസ് നേടി ഇന്ത്യയെ വിജയരഥത്തിലേറ്റി നേരെ സെമിയിലേക്ക് കൊണ്ടുവരുന്നു. സെമിയിൽ വന്ന് നമ്മൾ കളിക്കേണ്ടി വന്നത് ഇംഗ്ലണ്ടിനോടൊപ്പമായിരുന്നു ഇന്നലത്തെ കളിയും അതേപോലെ തന്നെ സഞ്ജുവിന്റെ തോളിലേറിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് പോകുന്നത്. ഇതിനെ തുടർന്ന് സഞ്ജുവിന്, അതായത് ഇതുവരെ ഏറ്റുന്ന എല്ലാ തിരിച്ചടിയും എങ്ങനെ നേരിട്ട് അതിലെ യഥാർത്ഥത്തിൽ അദ്ദേഹം തളർന്നു പോകാതെ അതിന് നേരിട്ട് വീണ്ടും മുന്നോട്ട് വരിക, കളിച്ച് തന്നെ ഇതിന് മറുപടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു അദ്ദേഹം എന്നുള്ളത് കഴിഞ്ഞ 2 ഇന്നിംഗ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അദ്ദേഹത്തോട് ഈ കളിക്ക് ശേഷം ഈ 2 കളിയിലും അദ്ദേഹം തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഈ മാൻ ഓഫ് ദ മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പത്രക്കാരെ കാണുമ്പോൾ ഇന്നലെ വടക്കേ ഇന്ത്യൻ പത്രക്കാർ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും.
ഈ സഞ്ജുവിനെ പുറത്തു നിർത്തിയിരുന്ന കാര്യത്തിൽ വളരെ ആഹ്ലാദ ചിത്രരായി കാണപ്പെട്ടിരുന്ന ആ പത്രക്കാർ ഇദ്ദേഹം ഈ വിജയരഥത്തിലേറി വന്ന് സ്റ്റേജിൽ പത്രക്കാരെ കാണാനിരിക്കുമ്പോൾ ഈ പത്രക്കാർ വളരെ പരിഹാസരൂപേണ ചോദിക്കുന്നുണ്ടായിരുന്നു, താങ്കൾ 2 സെഞ്ചുറി കിട്ടുന്ന ഉള്ള സാധ്യതകൾ നഷ്ടപ്പെടുത്തിയില്ലേ എന്ന രീതിയിൽ വളരെ നെഗറ്റീവായ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ സൗമ്യനായി സരസമായി തന്നെയാണ് അദ്ദേഹത്തിന് മറുപടി പറയുന്നു. ഭായി, നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം ഈ 87 റണ്ണും 97 റണ്ണും 89 റണ്ണും നേടിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമായിരുന്നില്ലേ, എന്തിനു നിങ്ങൾ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ പരിഹാസ രൂപേണ എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുപടി കൊടുക്കുകയും ഈ പത്രക്കാരുടെ മാധ്യമങ്ങളെ വായടപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇനി സഞ്ജുവിൽ നിന്നും അടുത്ത ഫൈനലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരെ കൊണ്ടുപോയി ഒരു ലോകകപ്പ് വീണ്ടും രണ്ടാമത് തുടർച്ചയായി നേടിത്തരുന്നതിന് സഞ്ജുവിന് ഈ ഫൈനലിലും വളരെ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അദ്ദേഹത്തിന്റെ മനസാന്നിധ്യവും അദ്ദേഹത്തിന്റെ തിരിച്ചു വരാനുള്ള ആ ഒരു പോരാട്ട വീര്യവും നമുക്ക് അടുത്ത ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ മത്സരത്തിലും കാണാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം.